Hari Om. Good evening to everybody. ഇന്നലെ ഞാൻ മിസ്റ്റർ എം എൻ കാരശ്ശേരിയുടെ ഒരു വീഡിയോ ടോക്ക് കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. അപ്പോൾ വയസ്സുകാലത്ത് അദ്ദേഹം ഇപ്പോഴും എങ്ങനെ ആണ് വളരെ ഊർജ്ജസ്വലതയോടെ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നത് എന്നതിൻ്റെ രഹസ്യമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. അദ്ദേഹം ആമുഖമായി പറഞ്ഞത് ആദ്യം തന്നെ അദ്ദേഹം ഒരു 24-ാമത്തെ വയസ്സിൽ MA പാസ്സായതോടെ അദ്ദേഹം ഇനി എനിക്ക് വയസ്സ് ആകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ 75 വയസ്സുണ്ട്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി എനിക്ക് വയസ്സ് ആകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ വയസ്സാകുമ്പോഴും ഞാൻ ചെറുപ്പക്കാരനാണ് എന്നുള്ള ധാരണയിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ ഒരു വയസ്സിന് എതിരെ അദ്ദേഹം മാനസികമായി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ മാനസികമായി അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അത് നല്ല കാര്യമാണ്. മനസ്സ് നന്നായാൽ മാത്രമേ ശരീരം നന്നാകൂ. അപ്പോൾ അതൊരു വളരെ അക്സെപ്റ്റബിൾ, സ്വീകാര്യമായ ഒരു സംഗതിയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ശരീരത്തിന് വേണ്ടി വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ നടക്കണം, അല്ലെങ്കിൽ നീന്തണം, അല്ലെങ്കിൽ യോഗ പോലെയുള്ള സംഗതികൾ ചെയ്യണം. അതും ദാറ്റ് ഈസ് ഓൾസോ സ്വീകാര്യമായ ഒരു കാര്യമാണ്. ശരീരത്തെ എപ്പോഴും ആരോഗ്യവാനായി നിലനിർത്താൻ വേണ്ടി ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ നിലനിർത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ശരീരത്തിന് വേണ്ടുന്ന ആയാസങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അഭ്യാസങ്ങൾ ചെയ്യുക. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ, അല്ലെങ്കിൽ നടത്തം, അല്ലെങ്കിൽ നീന്തൽ, അതുപോലെ അതും അക്സെപ്റ്റബിൾ ആണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുക. അതും ദാറ്റ് ഈസ് ഓൾസോ അക്സെപ്റ്റബിൾ. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ അദ്ദേഹം പറയാത്ത 2 കാര്യങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അത് അയാൾ തീരെ സംസാരിക്കുകയേ ചെയ്തില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തെപ്പറ്റി. അപ്പോൾ ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. ഭക്ഷണമാണ് ഇത് അന്നമയ കോശം എന്നാണ് ഈ ശരീരത്തെ പറയുന്നത്. അപ്പോൾ ഇത് അന്നം അല്ലെങ്കിൽ ഫുഡ്, അന്നം മീൻസ് ഫുഡ്. അപ്പോൾ ഫുഡിനാൽ നിലനിർത്തപ്പെടുന്ന കോശമാണ് ഈ ശരീരം. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറയുകയുണ്ടായില്ല. അത് വളരെ മോശമായിപ്പോയി. അപ്പോൾ ഭക്ഷണം എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, എത്ര കഴിക്കാതിരിക്കണം, ഏത് നേരം കഴിക്കാതിരിക്കണം മുതലായ കാര്യങ്ങൾ ഒരു വലിയ അറിവാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടെന്നാണ്. അതായത് സത്വരജസ്തമ, സാത്വിക് ഭക്ഷണം, രജസിക് ഭക്ഷണം, താമസിക് ഭക്ഷണം. ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് 17-ാം അധ്യായത്തിലെ ഭഗവത്ഗീത 17-ാം അധ്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ്. അതായത് 7-ാമത്തെ ശ്ലോകം ആഹാരസ്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ തപസ്തദാധാനം തേഷാം ഭേദമിമം ശൃണു. ആഹാരം 3 തരത്തിലുണ്ട്. യജ്ഞവും തപസ്സും, യജ്ഞ തപസ്തദാ ദാനവും 3 തരത്തിലുണ്ട്. ഇൻഫാക്ട് ഈ ലോകം തന്നെ 3 തരത്തിലാണ്, സത്വം, രജസ്, തമ. അപ്പോൾ ഭക്ഷണവും അതുപോലെ തന്നെ 3 തരത്തിലുണ്ട്. അതിൽ സാത്വിക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആയുസത്വ ബലാരോഗ്യം, 8-ാമത്തെ ശ്ലോകം. ആയുസത്വ ബലാരോഗ്യം സുഖപ്രീതി വിവർധനാഹ രസ്യ സ്തിഗ്ന സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ.
അതായത് ആയുസ് വർദ്ധിപ്പിക്കുന്നതും സത്വബലം വർദ്ധിപ്പിക്കുന്നതും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതും സുഖം വർദ്ധിപ്പിക്കുന്നതും പ്രീതി വർദ്ധിപ്പിക്കുന്നതും രസ്യ സ്തിഗ്ന അതായത് ഈ സ്വീറ്റ് ബേസ് ആയിട്ടുള്ളതും അതായത് മധുരം അടിസ്ഥാനമായിട്ടുള്ള ഭക്ഷണങ്ങളും സ്തിഗ്ന അതായത് കൊഴുപ്പ് അടിസ്ഥാനമായിട്ടുള്ള ഭക്ഷണങ്ങളും സ്റ്റാപ്പിൾ ഫുഡുമായി സ്ഥിരമായിട്ടുള്ള ഭക്ഷണങ്ങളും ഹൃദ്യ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളും ഹൃദ്യ ആഹാര സദ്യ അങ്ങനെയുള്ളതാണ് സാത്വിക് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാത്വിക് ഭക്ഷണവും പിന്നീട് 7, 8, 9ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണെങ്കിൽ രജസിക് ഭക്ഷണത്തെ പറയുന്നുണ്ട്. കട്വ അമ്ല ലവണ ഉഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസ ഇഷ്ട ദുഃഖ ശോകമയപ്രദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കട്വ അമ്ല കൂടുതൽ കയ്പുള്ള ഭക്ഷണവും അമ്ലരസം ഉള്ള ഭക്ഷണവും ലവണം കൂടുതൽ ഉപ്പുള്ള ഭക്ഷണവും ഉഷ്ണം കൂടുതൽ ചൂടുള്ള ഭക്ഷണവും കട്വമ്ല ലവണ ഉഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹനം കൂടുതൽ എരിവുള്ള ഭക്ഷണവും ആഹാര രജസ ഇഷ്ട അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് രാജസിക് സ്വഭാവമുള്ളവർക്ക് ഇഷ്ടപ്പെടുക. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖവും ശോകവുമാണ്. പിന്നെ യാതയാമം 10ാമത്തെ ശ്ലോകം 17ാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം യാതയാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പോൾ യാതയാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് അത് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷിക്കുന്ന ഭക്ഷണം ആണ് യാതയാമം. ഗതരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റൈപ്പോ ഓവർ റൈപ്പായിട്ടുള്ള അതിൻ്റെ രസം ശരിക്കുള്ള രസത്തിലല്ലാത്ത ഭക്ഷണം അണ്ടർ റൈപ്പ് അതായത് പഴുക്കുന്നതിന് മുമ്പേ പഴങ്ങളൊക്കെ പറിച്ച് പഴുപ്പിക്കുന്നത് അത് അണ്ടർ റൈപ്പാണ്. പിന്നെ ഓവർ റൈപ്പ് കൂടുതലായിട്ട് പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ അത് ഓവർ റൈപ്പാണ്. അണ്ടർ റൈപ്പ് ആൻഡ് ഓവർ. യാതയാമം ഗതരസം. പൂതി എന്ന് പറഞ്ഞാൽ മുറിക്കുമ്പോൾ വിച്ച് ഗിവ്സ് എ പുട്രിഡ് സ്മെൽ ഒരു രൂക്ഷഗന്ധം തരുന്ന സംഗതികൾ ഉള്ളി പോലെയുള്ള എല്ലാ സംഗതികളും താമസിക്കാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാത്ത ചൂട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് താമസിക്കാണ്. സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാത്ത ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഉള്ളികൾ. അപ്പോൾ അത് താമസിക്കാണ്. യാതയാമം ഗതരസം പൂതി പരുഷിതം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ ഫുഡ് എന്ന് പറയും. ഉച്ഛിഷ്ടം ലെഫ്റ്റ് ഔട്ട് അതായത് ബാക്കിയായ ഭക്ഷണം. യാതയാമം ഗതരസം പൂതി പരുഷിതം ഉച്ഛിഷ്ടം അപ്പിച്ച ആമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ ഭക്ഷണം നടത്തണം. ആമേയം ഉച്ഛിഷ്ടം അപ്പിച്ച ആമേയം ഭോജനം താമസപ്രിയം. ഇങ്ങനെയുള്ള ഭക്ഷണമാണ് താമസിക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോൾ സാത്വിക് ഭക്ഷണം കഴിക്കണം. പിന്നെ മത്സ്യമാംസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മത്സ്യമാംസങ്ങൾ ഭക്ഷണത്തിൽ വരുന്നതേയില്ല. ഇവിടെയും മത്സ്യമാംസങ്ങളെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം സസ്യമാംസം തന്നെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാനുണ്ട്. നമുക്ക് എത്ര ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിന്? 60% സ്റ്റാർച്ച്, 30% പ്രോട്ടീൻ, 10% ഫാറ്റ്. ഈ സ്റ്റാർച്ച് ഭക്ഷണങ്ങൾ കഴിച്ചാൽ 60% അത് ഭക്ഷണത്തിലുണ്ടായിരുന്നു. അത് കഴിച്ചാൽ അതിന് ഗ്ലൂക്കോസായിട്ട് നമ്മുടെ ശരീരം മാറ്റുന്നതാണ്. പ്രോട്ടീൻ ഭക്ഷണം കഴിച്ചാൽ അതിന് അമിനോ ആസിഡായി നമ്മുടെ ശരീരം മാറ്റുന്നതാണ്. പിന്നെ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റി ആസിഡായിട്ട് നമ്മുടെ ശരീരം മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരം അവയെ ആഗിരണം ചെയ്യുകയുള്ളൂ. അപ്പോൾ ആഗിരണം ചെയ്യുന്നതിനെ അസിമിലേഷൻ എന്ന് പറയും. ഈ അസിമിലേഷനാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മത്സ്യമാംസങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ അസിമിലേഷൻ അത്ര എളുപ്പമായി നടക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മോശവശങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണത്തിലും നാര് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ സാത്വിക് ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മിസ്റ്റർ എം എൻ കാരശ്ശേരി അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ തിങ്കറും ഒരു ഇൻ്റലക്ച്വലും ആണ്. എം എൻ കാരശ്ശേരിയുടെ ഇന്നലെ ഞാൻ കണ്ട വീഡിയോയിൽ ഈ കാര്യം അദ്ദേഹം തീരെ
പറഞ്ഞില്ല, വിട്ടുപോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് വിശ്രമത്തിൻ്റെ കാര്യമാണ്. വിശ്രമത്തിൻ്റെ കാര്യം അദ്ദേഹം തീരെ പറഞ്ഞില്ല. ഇത് ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്രമവും. വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഒരു പ്രായമുള്ള ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾ 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങണം. വിശ്രമം വളരെ പ്രധാനമാണ്. ആ വിശ്രമത്തിൻ്റെ കാര്യത്തെ പറ്റിയും അദ്ദേഹം പറയുകയുണ്ടായില്ല ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഭക്ഷണവും വിശ്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 കാര്യങ്ങളും മിസ്റ്റർ കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസംഗത്തിൽ വിട്ടുപോയതായിരിക്കാനാണ് എന്നാണ് തോന്നുന്നത്. അത് ഞാനിവിടെ ആഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പരിസമാപ്തിയാക്കുന്നു. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും മലയാളത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൂടുതലായിട്ടും എൻ്റെ ഡിവോട്ടീസ് ഉള്ളത് കൂടുതലും മറ്റ് ഭാഷയിലുള്ള ആൾക്കാരുള്ളത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഐ എം ടോക്കിംഗ് in English in the same video. Yesterday I had seen the video of Mr. M.N. Karacheri, who is an intellectual and a political thinker, stating how he has been able to maintain youth in his age of 75 years. He is now aged 75 years. Firstly, he has revealed that he made a mental preparation not to admit that he is an old man. That means he is thinking that he is always young. That is very much appreciable and is accepted. Secondly, he said he has taken he has understood the importance of doing some exercise for the body, maintenance of the body, for which he said he is walking 8 kilometers every day, and that is also acceptable. Then he said he is making some studies and thereby he is updating his intellect. That is also acceptable. And lastly, he said he is having personal relations with the people in the locality. That is also acceptable. But he did not talk about the importance of food in maintaining vigor or vitality of the body. And this I would like to add that the food plays an important role in the maintenance of the body, and that is well explained in verses 7 to 10 of chapter 17 of Srimad Bhagavad Gita, and chapter which distinguishes between 3 types of food, that is sattvic, rajasic and tamasic. And sattvic food should be eaten for vitality, strength and long life. And the food, that the non-veg is not meant for human consumption, because though it may give you some protein, but it is having more side effects than that means it is having more disadvantage than advantage. We require only 60% of starch, 30% of protein and 10% of fats in the body, and this percentage should be maintained, whereas the non-veg eaters eat more protein and that is not having any fiber in the assimilation process. It is giving more difficulty than benefit. Therefore, all non-veg should be avoided and eat only sattvic food. What is sattvic food is explained in verse number 8 of chapter 17 of Srimad Bhagavad Gita, which says, Ayusattva balarogyam sukha preeti vivardanaha dasyastigna stira hridya ahara sattvic priya. Ahara sattvic, which means that the food which helps to increase the longevity of life, like the sprouts,
the organic foods and the natural foods, mostly uncooked or half cooked, is the best food for our longevity of life. And this part, Mr. Karasheri failed to mention. And the next thing is about the sleep, that is the rest which one has to take for longevity of life. Rest one has to take at least 8 hours sleep is necessary for keeping the body intact and in keeping the body active. At least 8 hours sleep is required. Rest is very important. So food and rest, two things which he failed to add in his speech. I am adding other things. I accept in total the submissions made by Mr. Paraswini. Thank you for listening. Hariyo.